അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ശബ്ദത്തിലൊക്കെ നല്ല മാറ്റമുണ്ട്. അതായത് നല്ല പനിയുണ്ട് കേട്ടോ. പനിയും തലവേദനയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് കിടന്നുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യണത്. നമ്മുടെ സ്റ്റോറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലേ. എന്തൊക്കെ തന്നെയായാലും നമുക്ക് സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മുടെ സൈഫ് അറബിയുടെയും നമ്മുടെ ഫർസാനയുടെയും നിക്കാഹ് റാഹത്തായിട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ. ഇനിയിപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിനും വേണ്ടേ ഒരു ജീവിതം. പക്ഷേ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ എന്തെന്നറിയില്ല ഈ ദുനിയാവ്. അതെ, എനിക്ക് ഈ ദുനിയാവിൽ ഇനിയൊരു നല്ല ജീവിതം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. കാരണം ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതെ, നോക്കുകയാണെങ്കിൽ ജസീനെ കുറിച്ച് അതാണെങ്കിൽ അങ്ങനെ, പിന്നെ നമ്മുടെ സീനത്ത് അവളും അങ്ങനെ പോയി. സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും സ്ത്രീകളെ വിശ്വാസം ഇല്ലാത്ത രീതിയിലായി മാറ്റിയിരിക്കുക എന്ന് തന്നെ പറയാം. കാരണം ഷെഫി ഉസ്താദിൻ്റെ ജീവിതത്തിലേക്ക് വന്ന രണ്ട് പെണ്ണുങ്ങളും അദ്ദേഹത്തെ ചതിച്ചു പോയവരാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഇനിയൊരു പെണ്ണിനെ വിശ്വാസമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് കേട്ടോ. അതുകൊണ്ട് റഹ്മാനെ, ഇനി എനിക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടെങ്കിൽ അത് നാളെ സ്വർഗത്തിൽ വെച്ച് മതി എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും എനിക്ക് ദുനിയാവിൽ ഇനിയൊരു പെണ്ണില്ല എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നതും. പരിശുദ്ധമാക്കപ്പെട്ട മദീനയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു സന്തോഷം സമ്മാനിച്ച ആ ഒരു ഷോക്കിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദും ഭാര്യയുമെല്ലാം. ശരിക്കും അവർ അത്ഭുതപ്പെടുകയായിരുന്നു. ആ ഉമ്മക്ക് എത്രയായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സത്യമായിട്ടും ഇതൊക്കെ സംഭവിച്ചത് തന്നെയാണോ? അവർക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. അതെ, ഒരിക്കൽ പോലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതും സുന്ദരനായ ഒരു അറബി ഞങ്ങളുടെ മകൾ ഫർസാനിയെ നിക്കാഹ് കഴിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ പിതാവിനും മാതാവിനും മക്കൾക്കും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആ ഒരു സന്തോഷം അവരെ എത്ര സമയം അതിൽ നിന്ന് മുക്തമാകാൻ പ്രേരിപ്പിച്ചു എന്നറിഞ്ഞില്ല. എന്തൊക്കെ തന്നെയായാലും അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ഞങ്ങളുടെ കുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞല്ലോ. ആ പിതാവിനെ കെട്ടിപ്പിടിച്ച് ഫർസാന കരയുകയാണ്. ഉപ്പാ ഉപ്പാ, മോളെ, എൻ്റെ കുട്ടിക്ക് എന്നാലും അൽഹംദുലില്ലാഹ് ഖൈറായൊരു ഭർത്താവിനെ അല്ലാഹു. ഉപ്പ, ആ ഉമ്മയും കരയുകയായിരുന്നു. പൊന്നു മോളെ, ഉമ്മാൻ്റെ കുട്ടിക്ക് അള്ളാഹു നൽകിയ ഭാഗ്യമാണ് കേട്ടോ. നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ ഉമ്മ, തീർച്ചയായും. അങ്ങനെ അവരെല്ലാവരും കൂടി സൈത്തൂൻ ബീവിയുടെ വീട്ടിലേക്ക് പുറപ്പെടുവാനുള്ള തിരക്കിലാണ്. നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ അതാ സൈഫ് അറബി പ്രിയപ്പെട്ട തൻ്റെ ഉമ്മയെ വിളിക്കുന്നു. ഉമ്മ, അസ്സലാമു അലൈക്കും. മോനെ, ഉമ്മാൻ്റെ കുട്ടി ഉംറ കഴിഞ്ഞ് വന്നോ? മദീനേന്ന് തിരിച്ചു പോരാനായോ? ഉമ്മ, ഇൻഷാ അല്ലാഹ് നാളെ കേട്ടോ. ആ, ആയിക്കോട്ടെ, എന്നാൽ ശരി. പഠിച്ച റബ്ബ് ഒരു കേടുപാടില്ലാതെ ഇവിടെ എത്തി കിട്ടട്ടെ. ആ കുട്ടിനെ നല്ല നോക്കണം കേട്ടോ. ആ പെണ്ണിനെ, ആ ഉമ്മ. അപ്പോഴാണ് സമാധാനമായത്. റബ്ബേ, അവളെനിക്കിപ്പോൾ ഹലാലാണ്. അവൾ എന്ത് വേണമെങ്കിലും എനിക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാലോ. അതെ, എനിക്കവളെ ആരുടെ മുമ്പിൽ വെച്ചും എൻ്റെ സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞ് എൻ്റെ നെഞ്ചോട് ചേർക്കാമല്ലോ. അല്ലാ. അങ്ങനെ അതാ സൈത്തൂൻ ബീവിയെ വിളിക്കുന്നു. സൈത്തൂൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്തു പറ്റി? വീണ്ടും വിളിച്ചു. അവൾ തിരിച്ചു വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും യാ ഹബീബി. വലൈക്കും അസ്സലാം. അല്ല പെണ്ണെ, സൈത്തൂൻ എവിടെയായിരുന്നു? അതെ, കുഞ്ഞുറങ്ങിയപ്പോഴേ ഞാൻ വല്ല തൊട്ടിൽ കിടത്താൻ വേണ്ടിയാണ് പോയതായിരുന്നു. അല്ല, എന്ന് വരുന്നത് സിയാറത്തെ കഴിഞ്ഞോ? ആ, എന്താ എൻ്റെ ബീവിക്ക് കൊണ്ടുവരേണ്ടത്? എനിക്കൊന്നും കൊണ്ടുവരേണ്ട, നിങ്ങൾ ഫർസാനയെ കൊണ്ടുവന്നാൽ മാത്രം മതി. അതെ, ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അതെന്താ? സർപ്രൈസ് ആക്കിയാൽ മതിയോ? എന്താ കാര്യങ്ങൾ പറയും. അതെ, നമ്മുടെ ഫർസാനയുടെ ഉമ്മയും ഉപ്പയും അനിയത്തിമാരും കുഞ്ഞനിയനും എല്ലാം കൂടെയാണ് അങ്ങോട്ട് വരുന്നത്. മാഷാ അല്ലാഹ്, സത്യമായിട്ടും. അതുമാത്രമല്ല, ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും അമ്മായിയും ഉണ്ട്. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. സത്യം പറഞ്ഞാൽ സൈത്തൂൻ ബീവിക്ക് സന്തോഷം സഹിക്കുവാൻ കഴിയുന്നില്ലായിരുന്നു. അവൾ അപ്പോൾ തന്നെ ഉമ്മയോട് പോയിട്ട് കാര്യങ്ങൾ പറയുന്നു. ഉമ്മ, നിങ്ങൾ അറിഞ്ഞോ, ഫർസാനയുടെ ഉമ്മയും ഉപ്പയും അനിയത്തിമാരൊക്കെ ഉണ്ടത്രേ മദീനയിലെ. മാഷാ അല്ലാഹ്, അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറയും മോളെ. അപ്പോൾ തന്നെ അതാ ആ ഉമ്മ വിളിക്കുകയാണ്.
പൊന്നു മോനെ, അവരെ എല്ലാവരെയും കൂട്ടിയിട്ട് വാട്ടോ. നമുക്കിവിടെ ഒരു സൽക്കാരം ഒരുക്കാം. സത്യം പറഞ്ഞാൽ അതെ, നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സൽക്കാരം പോലെയാണ് അവർക്കത് തോന്നിയത്. അങ്ങനെ അതാ ആ രാത്രി ഫർസാനയും സൈഫ് അറബിയും അവർ പുറപ്പെടുകയാണ്. അന്ന് തന്നെ നിക്കാഹ് കഴിഞ്ഞ അന്ന് തന്നെയാണ് പുറപ്പെടുന്നത്. എങ്കിൽ രാവിലേക്ക് ആകുമ്പോഴേക്കും അവിടെ എത്തും എന്ന് കരുതി. എന്നാൽ സൈഫ് അറബി അതാ അവളെ വിളിക്കുന്നു. ഫർസാന, ആ റാഹത്തായില്ലേ? അൽഹംദുലില്ലാ. സന്തോഷമായില്ലേ പെണ്ണെ? സത്യമായിട്ടും. ഓ, ഇനി എനിക്ക് എൻ്റെ ജെയ്ത്തൂൻ്റെ മുമ്പിൽ കളവ് പറയണ്ടല്ലോ അല്ലേ? ഒരുപാട് കളവ് പറഞ്ഞതാണ് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ തന്നെയാലും അൽഹംദുലില്ലാ, ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. സത്യമായിട്ടും എനിക്ക് ജെയ്ത്തൂൻ ബീവിയെ വല്ലാതെ മതിപ്പ് തോന്നുകയാണ് റബ്ബാ. സത്യമായിട്ടും ജെയ്ത്തൂൻ ബീവി വല്ലാത്തൊരു മഹതി തന്നെയാണ്. അവരുടെ ആ ഒരു സ്നേഹം, അവരുടെ ആ സ്വഭാവം എന്നെ വല്ലാതെ അത് തളർത്തുന്നുണ്ടായിരുന്നു. സത്യമായിട്ടും ഇങ്ങനെയൊരു സ്ത്രീ ഈ ഭൂലോകത്ത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എടി, പാവമാണ് ജെയ്ത്തൂന് അല്ലേ? നമ്മുടെ ഇഷ്ടത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് ഒരുപാട് അവൾ നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഇനിയിപ്പോൾ അവളുടെ മുമ്പിൽ വെച്ച് നിന്നെ ഞാൻ ചുംബിക്കും. അപ്പോൾ അവൾക്ക് സന്തോഷമാവും, എനിക്ക് ഉറപ്പുണ്ട്. പാവമാണ് ബീവി, ഒരുപാട് ദിവസമായി ഇതിനെ കൊതിക്കുന്നു. എന്നാൽ ഇപ്പോഴാണ് എല്ലാം റെഡിയായത്. അങ്ങനെ അതാ അവരെല്ലാവരും കൂടി നേരെ സൈഫ് അറബിയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോഴേക്കും സൈഫ് അറബിയുടെ വീട്ടിൽ വലിയൊരു സൽക്കാരത്തിലുള്ള കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കുവാൻ വേണ്ടിയിട്ട് ആ ഉമ്മയും ഒരുങ്ങിക്കഴിഞ്ഞു. അതെ, അവിടെ എല്ലാവർക്കും താമസിക്കുവാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുക്കി കഴിഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് സലാം പറഞ്ഞ് അവർ മദീന വിടുമ്പോൾ ഫർസാന തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അല്ലാ, ഹബീബിൻ്റെ ചാരത്ത് നിന്നുകൊണ്ട് നിക്കാഹ് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഭാഗ്യവതിയ റബ്ബേ ഞാൻ. അള്ളാഹു എനിക്ക് എന്താ ഇത്രയധികം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതല്ല. ഒരു നിമിഷം അവൾ കരഞ്ഞു പോയി. അങ്ങനെ അവർ അതാ എല്ലാവരും ഹബീബിനോട് യാത്ര പറഞ്ഞ് ഒരിക്കൽ കൂടി പച്ചക്കുബ്ബ തിരിഞ്ഞു നോക്കി. അസ്സലാത്തു വസ്സലാമു അലൈക സയ്യിദി യാ റസൂലുള്ളാഹ്. അതെ, ഹബീബിൻ്റെ അരികിൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നല്ല. ഹബീബെ, ഇനിയും കാണുവാനുള്ള ഭാഗ്യം നൽകണേ അല്ല. ആ പച്ചക്കുബ്ബ മറയുവോളം അവർ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അത് മറഞ്ഞപ്പോൾ എല്ലാവരുടെയും ഹൃദയം പൊട്ടിപ്പോയി. അല്ലാ. എന്നാൽ ഈ യാത്രയിൽ അതാ സൈഫ് അറബിയുടെ തൊട്ടരികിലായിട്ടായിരുന്നു ഫർസാന ഇരുന്നിരുന്നത്. സത്യം പറഞ്ഞാൽ അതാ ഉമ്മക്കും ഉപ്പാക്കും കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ആയത്. എന്നാൽ ഷെഫി ഉസ്താദ് ആ ഒരു നിമിഷം അത് നോക്കി എന്നല്ലാതെ പിന്നീട് അത് നോക്കുവാൻ ഷെഫി ഉസ്താദിന് കഴിഞ്ഞില്ല. കാരണം ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ റബ്ബേ, അവർ ജീവിക്കട്ടെ, സന്തോഷിക്കട്ടെ, ഒരിക്കൽ പോലും എൻ്റെ കാരണം കൊണ്ട് ആരും വിഷമിക്കാൻ പാടില്ല. അള്ളാഹുവേ, ഹൈറായ ദാമ്പത്യ ജീവിതം അവർക്ക് നീ പ്രദാനം ചെയ്യേ റഹ്മാനെ. യാത്രയിൽ ഉടനീളം അതാ ഷെഫി ഉസ്താദ് ഓരോന്നാലോചിച്ചു. അതെ, എൻ്റെ ഉസ്താദിൻ്റെ സന്തോഷം, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ ഉസ്താദ് ഏറ്റവും ആഗ്രഹിച്ച, ഒരു പക്ഷേ അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സംഭവമാണ് റഹ്മാനെ ശരിയായിട്ടുള്ളത്. അതെ, നല്ലൊരു സുമുഖനായ സുന്ദരനായ സ്വാലിഹായ ഒരു അറബി തൻ്റെ മകളെ നിക്കാഹ് കഴിച്ച ആ ഒരു കാര്യം, അത് ആ ഉസ്താദിന് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ അതാ അവർ യാത്രയിലാണ്, യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതാ ജെയ്ത്തൂൻ ബീവി കുഞ്ഞിനെയും കൊണ്ട് സംസാരിച്ചിരിക്കുകയാണ്. പൊന്നു മോനെ, അതെ, മോൻ്റെ ഉമ്മച്ചിയും ഉപ്പച്ചിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഉമ്മമ്മയും ഉപ്പപ്പയും എല്ലാവരും വരുന്നുണ്ട്, മാഷാ അല്ലാ. എന്നാൽ ജെയ്ത്തൂൻ ബീവിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ആ കുഞ്ഞു മുഖം പുഞ്ചിരിക്കുകയായിരുന്നു. കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും എന്തെന്നറിയില്ല, അത്രക്കും കൊഞ്ചിക്കുമായിരുന്നു എപ്പോഴും ജെയ്ത്തൂൻ ബീവി കുഞ്ഞിനെ. ജെയ്ത്തൂൻ ബീവിയെ കുഞ്ഞിന് വലിയ ജീവനുമായിരുന്നു. എന്താണെന്നറിയില്ല, ആ രാത്രി ജെയ്ത്തൂൻ ബീവിക്ക് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. അതെ, നാളെ വരികയാണ് ഉമ്മറയെല്ലാം കഴിഞ്ഞ് അവർ. എന്തൊക്കെ തന്നെയാലും എന്നോട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കാരണം ജെയ്ത്തൂൻ
ഉംറ കഴിഞ്ഞ് വന്നാൽ തീർച്ചയായും ഞാൻ ഫർസാനയുടെ കൂടെ ആയിരിക്കും കൂടുതൽ സമയം ചിലവഴിക്കുക എന്നുള്ളത്. നോക്കട്ടെ, കാണാലോ. നാളെ എത്തുമ്പോൾ കാണാലോ വാക്ക് പാലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. എനിക്ക് അതൊന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് ബാക്കി. എന്തൊക്കെ തന്നെയാലും ഇനിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഫർസാനയോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ തോന്നിയാൽ മതിയായിരുന്നു റബ്ബേ. മറ്റത് മുള്ളുമേൽ നിൽക്കണ പോലെയാണ്. ഞാൻ പറഞ്ഞാലൊക്കെ ഒരു വേണോ വേണ്ടോ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു കാട്ടിക്കൂട്ടലൊക്കെ. എന്നോട് പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിക്കുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇൻഷാ അല്ലാ. സത്യം പറഞ്ഞാൽ സൈത്തൂൻ ബീവി എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുകയാണ്. എന്തായാലും എൻ്റെ ഈ പൊന്നും മോനെ ഞാൻ നോക്കിക്കോളാം. നൂറുദ്ദീൻ ഇപ്പോൾ കൂടുതൽ എൻ്റെ കൂടെ തന്നെയാണല്ലോ ജീവിക്കുന്നത്. അവനിപ്പോൾ അവളെ വേണമെന്നൊന്നുമില്ല. വല്ലപ്പോഴും മുലപ്പാൽ കിട്ടിയെങ്കിലായി. അല്ലെങ്കിൽ ഞാൻ പാലൊക്കെ കൊടുക്കാറുണ്ടല്ലോ, പാൽപ്പൊടിയൊക്കെ. ഇപ്പം അങ്ങനെ അങ്ങ് ശീലമാട്ടെ. എന്തൊക്കെ തന്നെയാലും പെട്ടെന്ന് ഒരു കുഞ്ഞും കൂടെ വേണം. അതാണ് എൻ്റെ മനസ്സത്തെ ആഗ്രഹം. ജെയ്ത്തുൻമിയുടെ മനസ്സിൽ പല പല സ്വപ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. ഇനി അടുത്ത കുഞ്ഞുണ്ടാകുമ്പോൾ ഫർസാനക്കൊരു കുഞ്ഞ്, എനിക്കൊരു കുഞ്ഞ്, എനിക്കതിലൊന്നും ഉണ്ടല്ലോ. ഇനി ഫർസാനക്ക് ഒരു കുഞ്ഞ്. അങ്ങനെ 2 കുഞ്ഞുങ്ങളെ ഞാൻ പൊന്നു പോലെ നോക്കും. അതിന് എൻ്റെ അറബി തന്നെ മുൻകൈ എടുക്കണം. അല്ലാതെ ഇനിയും മറച്ചൊക്കെ നിന്നാലേ ശരിയാവില്ല. സത്യം പറഞ്ഞാൽ ആ രാത്രി ജെയ്ത്തൂൻ ബേബിക്ക് ഉറക്കമില്ലായിരുന്നു. അവൾ അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ നേരെ അതാ ഫർസാനയുടെ റൂമിലേക്ക് പോയി. അവിടെ ഒരു പുതുമയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ജോലിക്കാരനെ വിളിച്ച് അവിടെ ഒന്ന് സെറ്റപ്പ് ആക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതെ, ഈ റൂമൊന്ന് സെറ്റപ്പ് ആക്കണം, നല്ലൊരു മണിയറ പോലെ നല്ല അടിപൊളിയാക്കണം. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ 2-3 പണിക്കാർ വന്ന് ആ റൂം വളരെയധികം മനോഹരമായ സീലിങ്ങും കാര്യങ്ങളും വർക്കും കർട്ടൻസും എല്ലാം മാറ്റി എല്ലാം ന്യൂ ട്രെൻഡിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അതെല്ലാം സൈത്തൂൻ ബേബി നിമിഷങ്ങൾക്കകം തന്നെ ചെയ്യിപ്പിച്ചു. കാരണം വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് സെയ്ഫ് അറബിയും സൈത്തൂനും ഒന്ന് ഞെട്ടണം. അതെ, അവളെ കൈ പിടിച്ചുകൊണ്ട് ആ മണിയറയിലേക്ക് ഞാൻ കൊണ്ടാക്കും. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു ജെയ്ത്തൂൻ ബീവിക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും വേണ്ടിയില്ല. അല്ലാഹ്, എനിക്ക് സന്തോഷമായി റബ്ബേ. എനിക്ക് ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നോട് അർബാ പറഞ്ഞ ആ വാക്ക്, ഇനി ഒരിക്കലും ഞങ്ങൾ വേർപിരിയില്ല എന്നാണ്. കൂടുതൽ സമയം ചെലവഴിക്കും, കാണാലോ. എന്തൊക്കെ തന്നെയാലും മണിയറ അത്യധികം മനോഹരമായിട്ടുണ്ട്. അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സൈത്തൂൻ ബീവി. അവർ വരുന്നതും കാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ശബ്ദത്തിലൊക്കെ നല്ല മാറ്റം കേട്ടോ. കഥ കുറച്ചും കൂടെയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് പനിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും കുറച്ചൊക്കെ ഒരു ശബ്ദത്തിൽ പറഞ്ഞാലാണ് നമ്മളെ കഥ ഒരു ഉഷാറ് കിട്ടുള്ളൂ അല്ലേ. പക്ഷേ തടികൊണ്ട് കഴിയണില്ല. ശരീരമൊക്കെ ആകെ വേദനിക്കുകയാണ്, തല വേദനിക്കുകയാണ്, സൗണ്ടിലൊക്കെ നല്ല മാറ്റമുണ്ട്, പനിയുണ്ട്. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്തുണ്ടെങ്കിലും ക്ഷമിക്കണം. കുറ്റങ്ങൾ കൊണ്ട് പൊറുക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് എൻ്റെ സമ്പത്ത് തന്നെ പറയാം. കാരണം എനിക്ക് ഇത്രയധികം ഫാമിലി ഉണ്ടായല്ലോ അല്ലേ. എനിക്ക് നിങ്ങളെ സ്വന്തം കൂടപ്പിറപ്പ് പോലെ തന്നെയാണ് കേട്ടോ. എൻ്റെ സഹോദരന്മാരൊക്കെയാണ് എല്ലാവരും. എനിക്ക് ഒത്തിരി സന്തോഷമാണ് നിങ്ങളിലേക്കൊരു കഥ തരുന്നത്. എന്തൊക്കെ തന്നെയാലും പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് അസുഖമൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടോ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കഥയൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കൊക്കെ മരണം ഹൈറാകുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.